ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഏതൻസ് മരിയ ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സെയിൽ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. DTDC വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ചെടികൾ അയച്ചു കൊടുക്കുന്നതാണ്. ഈ നമ്പറിലേക്കാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത്. നമുക്ക് വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത്. നമുക്ക് എന്നാൽ ചെടികൾ പരിചയപ്പെട്ടാലോ? ആദ്യമായി പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബ്ലീഡിംഗ് ഹാർട്ടാണ്. നല്ല വലിപ്പമുള്ള, നമുക്ക് പടർത്താൻ പാകത്തിലുള്ള വലിപ്പത്തിൽ വന്നിട്ടുണ്ട്. നല്ല ഫ്ലവറും ഇട്ടിട്ടുണ്ട്. വൈറ്റ് ബ്ലീഡിംഗ് ഹാർട്ടാണ് ഈ കാണുന്നത്. ഇതിന് വില വരുന്നത് 125 രൂപയാണ്. നല്ല വലിപ്പത്തോടു കൂടിയ പ്ലാന്റാണ് ഈ കാണുന്നത് കേട്ടോ. ആണ് പ്ലാന്റുകളുടെ വലിപ്പം. രണ്ടാമതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് യുഫോർവിയ പ്ലാന്റ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ വലിപ്പം. ഇതാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ്. ഇതാണ് ഫ്ലവറിൻ്റെ കളറ്. ഇതിനും 125 രൂപയാണ് വില വരുന്നത്. നല്ല വലിപ്പമുള്ള യുഫോർവിയ പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പെൻഡാസ് ആണ്. റെഡ് പെൻഡാസ് ആണ്. ഇതാണ് റെഡ് കളർ പെൻഡാസ്. ഇതിന് വില വരുന്നത് 50 രൂപയാണ്. ഈ പ്ലാന്റ് നമ്മൾ കോമൺ ആയിട്ട് കാണാത്ത ഒരു പ്ലാന്റ് ആണ്. ഇതിന് എന്തോ പേര്, തുപ്പി പ്ലാന്റ് അങ്ങനെ എന്താണ് പറയുന്നത്. അതിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇത്. നമുക്ക് വെട്ടിയും നിർത്താം, ക്രീപ്പറായിട്ട് മുകളിലേക്ക് കയറ്റിയും വിടാം. ഇതാണ് പ്ലാന്റിൻ്റെ വലിപ്പം. ഈ പ്ലാന്റിന് വില വരുന്നത് 175 രൂപയാണ്. ഇത് 2 കൊല്ലം മുമ്പുള്ള പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. 175 രൂപയാണ് വില വരുന്നത്. ഇത് നമ്മുടെ പിങ്ക് കളറുള്ള മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണ്. എല്ലാ ഇവിടത്തും നല്ല ഫ്ലവറുകളും കൂമ്പുകളും ഫ്ലവറിൻ്റെ മൊട്ടുകളും വന്നു തുടങ്ങി. അപ്പോൾ ഇതിന് വില വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇത് 150 രൂപയാണ് വില വരുന്നത്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതൊരു കലേഡിയം പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ വലിപ്പം. 125 രൂപയാണ് ഈ പ്ലാന്റിന് വില വരുന്നത്. നല്ല വലിപ്പമുള്ള ലീഫോട് കൂടിയ ചെടിയാണ്. ഇത് വേറൊരു ഇലച്ചെടിയാണ്. ഇതാണ് ഇലയുടെ കളറ്. ഇത് തണലത്തിരുന്നത് കൊണ്ടാണ് ഈ കളറ് വന്നിരിക്കുന്നത്. ഇത് നല്ല കൊലയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയുള്ള ലീഫോട് കൂടിയ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ കളർ. ഇതിന് വില വരുന്നത് 50 രൂപ മാത്രം. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഈ സ്നേക്ക് പ്ലാന്റിന് 3 തൈകളുണ്ട്. ഇതിന് വില വരുന്നത് 3 തൈകൾ കൊണ്ട് വില വരുന്നത് 75 രൂപ. അല്ലെങ്കിൽ ഇതിൻ്റെ വലിപ്പമുള്ള വേറെ തൈ ആയിരിക്കും വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഇത്രം വലിപ്പമുള്ള പെൻഡാസിന് വില വരുന്നത് വെറും 75 രൂപ മാത്രമാണ്. ഇതാണ് ചെടിയുടെ വലിപ്പം. നല്ല ഭംഗിയുള്ള ഒരു മജന്തയും വയലറ്റും കൂടി ചേർന്നൊരു കളറാണ്. പിങ്കും കൂടി ചേർന്ന ഒരു കളറാണ്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഈ കാണുന്നത്. ഇതൊരു തരം മുല്ലയാണ്. ഈ മുല്ലയ്ക്ക് വില വരുന്നത് 50 രൂപ മാത്രം. ഇതാണ് ചെടിയുടെ വലിപ്പം. ഇത് നല്ല വലിപ്പമുള്ള ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇതിന് വില വരുന്നത് 50 രൂപ മാത്രം. ഇതാണ് ഇലയുടെ കളർ.
ഇത് വയലറ്റ് ജാസ്മിൻ ആണ്. ഇതിൻ്റെ പല വിലയിലുള്ള ചെടികളും വിൽക്കാനുണ്ട്. ഇതാണ് ഫ്ലവറിൻ്റെ കളർ. ഇത് വേറൊരു റെഡ് പെൻഡാസാണ്. നല്ല ഫ്ലവറുകൾ മുട്ടുകളൊക്കെ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇതിന് വില വരുന്നത്, നല്ല വലിപ്പമുള്ള ചെടിയാണ്. വില വരുന്നത് 100 രൂപ മാത്രമേ വിലയുള്ളൂ. ഈ ചെടിക്ക് വില വരുന്നത് വെറും 60 രൂപ മാത്രം. നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത്. നല്ല കളറ് ലീഫിൽ നല്ല മഞ്ഞ കയറി വന്നിരിക്കുന്ന ഒരു കളറാണ് ഈ കാണുന്നത്. 150 രൂപയുടെ അഡീനിയം പ്ലാന്റുകളാണ് ഈ കാണുന്നത്. നല്ല ഫ്ലവറും മുട്ടുകളും കുറച്ച് കഴിഞ്ഞാൽ ഇതിൽ വിത്തുകളും ഉണ്ടായിരിക്കുന്നതാണ്. കുറച്ച് ചെടികളുമ്പോൾ വിത്തുകളൊക്കെ വന്നു തുടങ്ങി. ഇതിലും താമസിക്കാതെ തന്നെ വിത്തുകൾ ഉണ്ടായിരിക്കുന്നതാണ്. 150 രൂപ മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ. ഇത്തിരി മുട്ടുകളോടും ഫ്ലവറോടും കൂടിയ ചെടിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഒരു കളർ ചെടിയാണ്. നല്ല ലീഫോട് കൂടിയ കളർ കയറി വരുന്നൊരു കളറാണ്. നല്ല മജന്ത കയറി വന്നേക്കുന്ന ഒരു കളറാണ്. ഇത് നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ, നല്ല വെയിലത്ത് വയ്ക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ്. ഇതിന് വെള്ളവും കുറവ് മതി. ഇത്ര വലിപ്പമുള്ള ഒരു പ്ലാന്റിന് വില വരുന്നത് 75 രൂപ മാത്രമേ വിലയുള്ളൂ കേട്ടോ. ഇതൊരു റോസയാണ്. ഇത് മുട്ടുകളും ഫ്ലവറൊക്കെയുള്ള റോസയാണ്. ഇതിന് വില വരുന്നത് 50 രൂപയാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ. 2 കളറ് ആണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത്. 50 രൂപ മാത്രമേ ഈ ചെടിക്ക് വില വരുന്നുള്ളൂ. ഇത് ആമസോൺ ബ്ലൂ ആണ്. ഇതിന് വില വരുന്നത്, നല്ല വലിപ്പമുള്ള ഒരു തൈക്ക് വില വരുന്നത് 20 രൂപ മാത്രം. ഇത് 3-4 ഷൂട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരു തൈ വേണമെങ്കിൽ ഒരു തൈ തരാം. അല്ല മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് വിട്ടാൽ മതി. ഇത് അരേലിയ പ്ലാന്റും ബാമ്പു ആണ്. ഇതിന് വില വരുന്നത് 30 രൂപ മാത്രം ഓരോന്നിനും. ഈ ഫ്ലവറുള്ള ഇത്ര ബുഷിയായിട്ടുള്ള ഒരു പോട്ടിലിന് വില വരുന്നത് 175 രൂപ മാത്രം. ഒത്തിരി തിങ്ങി തൈകൾ വന്നിട്ടുണ്ട്. ഇതിന് വെറും 175 രൂപയാണ് വില വരുന്നത്. ഇതും വേറൊരു തരം റോസയാണ്. ഇതിന് വില വരുന്നത് 50 രൂപ തന്നെ. വൈറ്റ് ഫ്ലവറോട് കൂടിയ ലൈറ്റ് റോസും വൈറ്റോടും കൂടിയ ഫ്ലവറാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റും കട്ടിങ്സും വിൽക്കുവാനുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഈ മുല്ലയുടെ ഫ്ലവറിട്ട തൈകളും വിൽപ്പനയ്ക്കായിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 12ഓളം വെറൈറ്റി പ്ലാന്റുകളാണ്. പലതരത്തിലുള്ള പ്ലാന്റുകളും ഉണ്ട്. പല ഫ്ലവറുകളുള്ള പ്ലാന്റും ഉണ്ട്. ചീരയുണ്ട്, പെൻഡാസുണ്ട്, കലേഡിയം, അതുപോലെ തന്നെ പോത്തോസ്, കലാത്തിയ, അങ്ങനെ വേണ്ട ഒരു 12ഓളം പ്ലാന്റുകളാണ് നമുക്ക് ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഒരു തരം ചീരയാണ്. ഇത് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല കളർ കയറി വരുന്ന നല്ല റെഡ് കളറായിരിക്കും. ഇതിൻ്റെ വിത്ത് പാകിയാൽ വരുന്നതല്ല, ഒത്തിരി ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. ഇതും അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ വിത്തെടുത്ത് പാകിയാൽ മതി. പിന്നെയുള്ള ചെടികളാണ് ഈ കാണുന്നത്. ഇതിന് ഓരോ പ്ലാന്റിനും വില വരുന്നത് 35 രൂപ മാത്രം. ഓരോ പോട്ടിലെ പ്ലാന്റിനും വില വരുന്നത് 35 രൂപ മാത്രം. ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ കളറ് കയറി വന്നിട്ടില്ല. ഇത് നല്ല മഞ്ഞ കയറി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറായിരിക്കും. ഇതിന് ഒരു തൈക്ക് വില വരുന്നത്
60 രൂപയാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. പോട്ടോടുകൂടി 200 രൂപയ്ക്ക് കൊടുക്കുന്നതാണ്. ഇത് ഒരു അഗ്ലോണിമയാണ്. ഇതിന് ഒത്തിരി ഷൂട്ടുകളുണ്ട്. ഇതിന് വില വരുന്നത് ഒരു പോട്ടിലിന് വില വരുന്നത് 150 രൂപ മാത്രം. ഇതൊരു ആന്തൂറിയം പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവർ ഈ കളറല്ല കേട്ടോ, ലൈറ്റ് വൈറ്റ് ഫ്ലവറാണ് ഇതിനുള്ളത്. ഇതിന് വില വരുന്നത് 30 രൂപ മാത്രം. ഇത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇതിന് 2 ഷൂട്ടാണുള്ളത്. ഇതിന് വില വരുന്നത് 2 ഷൂട്ടിനും കൂടി 150 രൂപയാണ് വില വരുന്നത്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇത് സിസി പ്ലാന്റ് ആണ്. ഇത് നല്ല ഒരു വലിപ്പമുള്ള ചട്ടിയിൽ നമുക്ക് ഫ്രണ്ടിൽ വയ്ക്കാവുന്നതാണ്. ഇതിന് വില വരുന്നത് വെറും 125 രൂപ മാത്രമേ ഉള്ളൂ. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. ഇത്രയും വലിപ്പമുള്ള അഗ്ലോണിമ പ്ലാന്റിന് വില വരുന്നത് 60 രൂപ മാത്രമേ ഉള്ളൂ. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. ഇതൊരു അഗ്ലോണിമയാണ്. ഇതിൻ്റെ അഗ്ലോണിമയുടെ ചെറിയ തൈക്ക് വില വരുന്നത് 20 രൂപയാണ്. വലിയ തൈയാണെങ്കിൽ 40 രൂപയും വില വരുന്നുണ്ട്. ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇതിന് ഒരു തൈക്ക് വില വരുന്നത്, നല്ല മെച്ചഡായ തൈ ആയിരിക്കും, അതിന് വില വരുന്നത് 50 രൂപയാണ്. ഇത് വേറൊരു കലേഡിയം പ്ലാന്റ് ആണ്. നല്ല പുഷ്ടിയായിട്ടുന്ന നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ്. ഇതിന് വില വരുന്നത് 40 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഇത് നമ്മുടെ വേറൊരു തരം അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിന് വില വരുന്നത് 50 രൂപ. വലിയ പ്ലാന്റ്, മദർ പ്ലാന്റ് ആണ്. ഇതും അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിന് വില വരുന്നത്, നല്ല വലിപ്പമുള്ള തൈക്ക് വില വരുന്നത് 40 രൂപ. ഈ അഗ്ലോണിമയുടെ ഒരു തൈക്ക് വില വരുന്നത് 30 രൂപ. ഇത് 2 തരം അഗ്ലോണിമ പ്ലാന്റ് ആണ്. നല്ല വിലയുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ പിങ്ക് കയറി വന്നിരിക്കുന്ന പ്ലാന്റിന് 150 രൂപയ്ക്കും റെഡ് എമറാൾഡിന് 60 രൂപയുമാണ് വില വരുന്നത്. ഇതാണ് പ്ലാന്റുകളുടെ വലിപ്പം. നമ്മുടെ മണിക്കൊന്നകളൊക്കെ ഫ്ലവർ ഇടാറായി. നല്ല ഒത്തിരി ഫ്ലവറുകൾ വന്നിട്ടുണ്ട്. കുലകുലയായാണ് ആ ഫ്ലവറുകൾ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഫ്ലവർ. 4 5 ഫ്ലവർ ഈ ചെടിക്ക് ആയിട്ടുണ്ട്. ഫ്ലവർ വിരിഞ്ഞ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് വില വരുന്നത് 100 രൂപയാണ്. വലിപ്പമുള്ള പ്ലാന്റും ഉണ്ട്, ഇതിനേലും കുറച്ചും കൂടി ചെറിയ പ്ലാന്റും ഉണ്ട്. ഇനിയും അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.